അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 4, 2011 മഹാരാഷ്ട്രയിലെ താനെയിലെ ശാന്തിനഗർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരികയാണ്. ഇവരുടെ സ്റ്റേഷൻ അതിർത്തിയിൽ മലകളും കാടുകളും നിറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു ചാക്ക് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളായിരുന്നു അത്. അപ്പോൾ ആ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരോട് എത്താനായിരുന്നു ആളുകൾ വിളിച്ചു പറഞ്ഞത്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അപ്പോൾ ആ വഴിയിൽ നിന്നും കുറച്ചങ്ങോട്ട് മാറി കാട് പിടിച്ചൊരു ഏരിയയിലായിരുന്നു ആ ഒരു ചാക്ക് കിടക്കുന്നുണ്ടായിരുന്നത്. പോലീസുകാർ അവിടെ എത്തി ആ ഒരു ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ഒരു മനുഷ്യൻ്റെ 2 കാലുകളായിരുന്നു ആ ഒരു ചാക്കിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് പോലീസുകാർ അണ്ടർ കൺട്രോളിലാക്കുകയായിരുന്നു. അതിനുശേഷം വലിയൊരു പോലീസ് ടീം വന്നിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു അത്. കാരണം ഒരുപാടധികം മരങ്ങൾ അതുപോലെ തന്നെ കാടൊക്കെ പിടിച്ചൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിരയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പോലീസുകാരങ്ങനെ സെർച്ച് ചെയ്തു. അവർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം 5ഓളം ചാക്കുകളാണ് ലഭിച്ചത്. ഓരോ ചാക്കിലും ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ വെട്ടിനുറുക്കിയ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഒരു യുവാവിൻ്റെ ബോഡി ഒരു 10-12 കഷ്ണങ്ങളാക്കി ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ആരോ ഡിസ്പോസ് ചെയ്തതായിരുന്നു. ഉടനെ തന്നെ ഫോട്ടോസും ബാക്കിയുള്ള ഡീറ്റെയിൽസും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വല്ല മിസ്സിംഗ് കംപ്ലയിൻസോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനും മറ്റും വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസുകാർക്ക് ഷാപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ഒക്ടോബർ 1, 2011 തൻ്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജാറാം ജാദവ് എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആൾ കൊടുത്ത ഫോട്ടോയും അതുപോലെ തന്നെ പോലീസുകാർ കൊടുത്ത ഫോട്ടോയും നോക്കിയപ്പോൾ അതൊരു പയ്യൻ തന്നെയാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളെ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് വിളിപ്പിക്കുകയായിരുന്നു. ആൾ ആ ഒരു ബോഡി കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അത് ആളുടെ മകനായിട്ടുള്ള ശിവാജി ജാദവ് തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് ശിവാജി ജാദവിന് സംഭവിച്ചത്? ആരാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 23 വയസ്സുള്ള ശിവാജി ജാദവിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സ്റ്റഡീസും മറ്റൊക്കെ കഴിഞ്ഞ് ആൾ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാരൻസിനെയും മറ്റൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വല്ല ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അറിവിൽ ഈ പയ്യന് ശത്രുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള വിജയ് പവാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനുണ്ട്. അവനോട് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പയ്യനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. കാരണം ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് കൂട്ടുകാരാണ്. അപ്പോൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അവൻ്റെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവനറിയായിരിക്കും എന്നുള്ളത് പോലീസുകാരുടെ അടുത്ത് പാരൻസ് തന്നെ പറയുകയായിരുന്നു. അതായത് വിജയ് പവാറും ശിവാജി ജാദവും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവർ കറക്കവും കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഈ ഒരു വിജയ് പവാറിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്, നല്ല ഫ്രണ്ട്സാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത്ര വലിയ കാണലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പയ്യൻ മിസ്സിംഗ് ആയ ഒക്ടോബർ 1 ഉണ്ടല്ലോ, അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ഇതേപോലെ തന്നെ പുറത്തൊക്കെ പോയി. അതിനുശേഷം അവൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞിങ്ങായിട്ട് പോയതാണ്. പിന്നീട് അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാനും അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവസാനമാണ് ഇങ്ങനൊരു ദുർവിധി അവന് വന്ന ഒരു കാര്യം ഞങ്ങളെല്ലാവരും തന്നെ അറിയുന്നത്. ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ ഈ ശിവാജി ജാദവിൻ്റെ റിലേറ്റീവ്സ്, ബാക്കിയുള്ള ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നൈബേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സംശയിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഇയാളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പോലീസുകാരങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോഴാണ് പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. കമലാബായി ബാഗ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ആ ഒരു സ്ത്രീയുമായിട്ട് ഈ പയ്യന് വളരെ അടുത്തൊരു ബന്ധമുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. അവിടെ അടുത്തുള്ളൊരു സ്ട്രീറ്റിലായിരുന്നു ഈ ഒരു കമലാബായിയുടെ വീട്. ഈ വിവരം അറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അതൊരു ചെറിയൊരു കുടിലായിരുന്നു. ആ വീട് പൂട്ടി കിടക്കുകയായിരുന്നു. അങ്ങനെ നൈബേഴ്സിൻ്റെ അടുത്തും മറ്റൊക്കെ ഈ ഒരു കമലാബായിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നൈബേഴ്സ് എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറേ അവൾ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, അത്രയും വൃത്തികെട്ടവളാണ്, അവൾക്ക് ചെറിയ പയ്യന്മാരോടാണ് കമ്പം, 1ഉം 2ഉം പിള്ളേരൊന്നുമല്ല, ഒരുപാടധികം പയ്യന്മാർ മാറി മാറി അങ്ങോട്ട് വരാറുണ്ട്. ഞങ്ങളിതൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 45 വയസ്സുണ്ട് അവൾക്ക്. അതേപോലെ തന്നെ ഓൾറെഡി മുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു. 6 കുട്ടികളുണ്ടായിരുന്നു. എന്നാലും അവളുടെ സ്വഭാവമൊന്നും ശരിയല്ലാത്തത് കൊണ്ട് അവളുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ച് ആ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആയിരുന്നു പോലീസിന് അവിടെ നിന്ന് ഈ ഒരു കമലാബായിയെ കുറിച്ച് ലഭിച്ചത്. അങ്ങനെ പോലീസുകാർ ശിവാജി ജാദവിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ ഒരു പയ്യനെ അറിയോ എന്നുള്ളത് നൈബേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്.
അപ്പോൾ നൈബേഴ്സിലത്തെ പലരും പറഞ്ഞു ആ ഒരു പയ്യൻ സ്ഥിരമായിട്ട് ഈ ഒരു കമലാബായിയുടെ അടുത്ത് വരുന്ന ഒരു പയ്യനാണെന്നുള്ള കാര്യം. അങ്ങനെ പോലീസുകാർ കമലാബായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏകദേശം ഈവനിങ് ടൈം ആയപ്പോഴാണ് അവർ അങ്ങോട്ട് എത്തുന്നത്. അവരെത്തി, പോലീസുകാർ അവരുടെ അടുത്തും ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ പയ്യനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ കൂളായിട്ട് പറഞ്ഞു, ആ അറിയാം, ശിവാജി യാദവാണ് ഇത്, എനിക്ക് അറിയുന്ന പയ്യനാണ്, സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളൊരു പയ്യനാണ്, പക്ഷേ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ എവിടെ പോയി എന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കും അറിയില്ല, ഞാനും അന്വേഷിക്കായിരുന്നു, എന്താണെന്നറിയില്ല, ഒന്നും പറയാതെ ഒറ്റ ദിവസം അങ്ങോട്ട് കാണാതായി, ഞാൻ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലായിരുന്നു അവർ പോലീസുകാരുടെ അടുത്ത് സംസാരിച്ചത്. പോലീസുകാർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ചെറിയൊരു കുടിൽ വീടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊല്ലം നടന്നിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങളും മറ്റൊന്നും അവർ നോക്കിയപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇതേപോലെ തന്നെ ആ വീടിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ ചുറ്റും നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആൾ ഒരു ഹോൾ ശ്രദ്ധിക്കുന്നത്. അതായത് അയാളുടെ ഇടുപ്പിൻ്റെ താഴെയായിട്ട് വരുന്ന അത്രയും ഹൈറ്റിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു ആ ഒരു വീടിൻ്റെ ഒരു വശത്ത്. അപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുകയാണ്. ചെറിയൊരു ഹോളായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ ആ വീടിൻ്റെ ഓൾമോസ്റ്റ് കുറേ സ്ഥലം കാണാം. ആ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ആ ഉദ്യോഗസ്ഥന് ഒരു ഇത് കത്തുകയാണ്, തലയിലൊരു സംഭവം കത്തുകയാണ്. ആൾ നേരെ ഈ ഒരു ടീം ലീഡായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഇവിടെ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ ത്രൂ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാക്ഷിയെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുമെന്നായിരുന്നു ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഒരു വില്ലേജിലോട്ട് വിടുകയായിരുന്നു, ഈ ഒരു എന്താ പറയുക ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മഫ്തിയിൽ സാധാരണ ആളുകളെ പോലെ ആ ഒരു ഗ്രാമത്തിൽ വരികയായിരുന്നു. അതിനുശേഷം അവിടെയുള്ള ആളുകളെ പരിചയപ്പെടാനും അവരായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അടുത്തിടപഴകാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ തന്നെ അവിടെയുള്ള കുട്ടികളായിട്ടും അതേപോലെ തന്നെ വലിയവരൊക്കെ ആയിട്ട് ഇവർ നൈസായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും 2 വഴിക്കായിരുന്നു കേട്ടോ ഈ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അടുത്ത്, അതായത് ചെറിയൊരു കുട്ടി 8-9 വയസ്സൊക്കെ കാണുള്ളൂ, ആ ഒരു കുട്ടിയുടെ അടുത്ത് ഇതേപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, ആ കമലാബായിയുടെ വീട്ടിൽ എന്തൊക്കെയോ നടക്കേണ്ടതെന്നൊക്കെ പറയണ്ടായിരുന്നില്ല, എന്തെങ്കിലും അറിയുമോ എന്നുള്ളത് വളരെ കാഷ്വലായിട്ട് ആ ഒരു പിള്ളേരോട് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്കിൾ ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കൊന്നും വേണ്ട, വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, അവർ ശരിയല്ല എന്നുള്ള കാര്യം ഈ കുട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടെ ക്യൂരിയസ് ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല നീ അങ്ങനെ പറയാനായിട്ട് എന്താണ് കാരണം? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അതായത് അവരുടെ വീടിൻ്റെ അവിടെ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവിടെ ഇടക്കതിൽ കൂടെ ഒക്കെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും ബാക്കിയുള്ള പയ്യന്മാരൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടി ഇയാളുടെ അടുത്ത് പറയുകയായിരുന്നു. പിന്നെ ഈ പോലീസുകാരൻ കുത്തി ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 10-20 ദിവസം മുന്നേ ഞാൻ ഇതേപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ആ ഹോളിൽ കൂടെ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ഒരാളെ കുത്തി കൊല്ലുന്നതായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ അവർ ഒരു 3-4 പേരുണ്ടായിരുന്നു, ആ സ്ത്രീയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെയും അയാളെ പീസാക്കി ചാക്കിലൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു എന്നുള്ളത് ആ പെൺകുട്ടി പോലീസുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ലഭിച്ച പോലീസുകാർ നേരെ കമലാബായിയുടെ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലിൽ അവർ ആദ്യം തന്നെ ഒന്നും തന്നെ സമ്മതിച്ചില്ല. അതായത്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആ പയ്യനെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കും ആ ഒരു കൊലപാതകത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ പോലീസ് സ്റ്റൈലിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സത്യം സമ്മതിക്കുകയല്ലാതെ അവർക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അവസാനം അവർ പറഞ്ഞു, അതെ സാർ, ഞാനും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ശിവാജിയെ കൊന്നതെന്നുള്ള കാര്യം അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു കാരണം, ആരൊക്കെ ചേർന്നാണ് അത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സ്ത്രീയോട് പോലീസുകാർ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ഫുള്ള് കഥ പറയുന്നത്. ഈ ഒരു ശിവാജി ജാദവും വിജയ് പവാറും വളരെ അടുത്ത സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഈ ഒരു വിജയ് പവാറിനെ ശിവാജി ജാദവിനെ പരിചയപ്പെടുന്നതിലും ഒരുപാട് നാൾ മുന്നേ തുടങ്ങിയിട്ട് ഈ ഒരു കമലാബായിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വിജയ് പവാർ ത്രൂ ആയിരുന്നു ശിവാജിയെ ഇവർ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവാജിയും ഇവരും തമ്മിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, വിജയും അതേപോലെ തന്നെ ഇവരും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ
ഇയാള്, അതായത് ഈ ഒരു വിജയ് പവാർ ഈ എന്താ പറയുക സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്, നീയും ശിവാജിയും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളും കട്ട് ചെയ്യണം, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. എന്നാൽ ആ ഒരു കാര്യം കമലാബായും കേട്ടില്ല, ഈ ഒരു ശിവാജിയും കേട്ടില്ല. അവർ രണ്ടുപേരും ആ ഒരു റിലേഷൻ പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ വിജയ്ക്ക് വേറെ കുറച്ച് സംശയങ്ങൾ വന്നു. അവിടെ തുടങ്ങിയിട്ടാണ് അവൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത് ഈ ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായിരുന്നു എന്തെന്ന് ചോദിച്ചപ്പോൾ കമലാബായി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ശിവാജിയും അതുപോലെ തന്നെ വിജയുടെ വൈഫും തമ്മിൽ ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ദേഷ്യം ഈ ശിവാജിയുടെ അടുത്ത് വിജയ് പവാറിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടും ഈ ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് കമലാബായിയുടെ അടുത്ത് ഇയാൾ അതിനുള്ള ഹെൽപ്പ് ചോദിച്ചതായിട്ടും പറയുന്നു. അതായത് ഇപ്പോൾ എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാജിയാണ്. അപ്പോൾ അവനെ നമുക്ക് കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീനും തീരൂല എന്നുള്ളത് കമലാബായിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സ്ത്രീ ആയതിന് ആ ഒരു സമയത്ത് സമ്മതിച്ചില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇയാൾ കുറേ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും നടക്കില്ല, ഇത്ര പൈസ എന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഈ ഒരു കമലാബായി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പൈസ എന്നുള്ളത് മാറിയിട്ട് ഗോൾഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതിനും ഇവർ വഴങ്ങിയില്ല. ലാസ്റ്റ് ഇയാൾ വെച്ചൊരു ഓഫർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു കുടിലുണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് അവിടെ നല്ലൊരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അവർ വീഴുകയാണ്. അങ്ങനെയാണ് ആ ഒരു പ്ലാനിലോട്ട് അവർ ഇൻവോൾവ് ആയതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നെന്ന് ശിവാജിയെ വിളിക്കാനായിട്ട് വിജയ് കമലാബായിയോട് പറയുമായിരുന്നു. അപ്പോൾ കമലാബായി അയാളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. ആൾ വീട്ടിലോട്ട് കയറി ആ ഒരു ടൈമിൽ തന്നെ ഓൾറെഡി വിജയ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന രണ്ട് എന്താ പറയുക കൊട്ടേഷൻ ടീം അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഇയാളുടെ മേലോട്ട് ചാടി വീഴുകയായിരുന്നു. ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. ലാലു, ഫറൂഖ് ഖാൻ എന്ന് പറയുന്ന രണ്ടു പേരായിരുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ ചാടി വീണ് ഇയാളുടെ കഥ കഴിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഒരു വിജയ് പവാർ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയത്. പിന്നീട് ഈ ഒരു കമലാബായും ഇവരോടൊപ്പം കൂടെ ചേർന്ന് ഈ 4 പേര് കൂടെ ചേർന്നിട്ടായിരുന്നു ആളുടെ ബോഡി വെട്ടി പീസാക്കിയത്. അതിനുശേഷം അവർ അത് ചാക്കിലാക്കി പിന്നീട് ആ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ഈ ഒരു ശിവാജി ജാദവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിജയ് പവാറിനെയും അതുപോലെ തന്നെ ആ കൊട്ടേഷൻ ടീം അംഗങ്ങളായ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കി. പിന്നീട് 2017 ഈ ഒരു കേസിൻ്റെ വിധി വരുന്നത്. മാർച്ച് 15 തീർപ്പ് വന്നത്. ഈ ഒരു ഫറൂഖ് ഖാനും അതുപോലെ തന്നെ കമലാബായിക്കും ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പറയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരനായിട്ട് പറയുന്ന വിജയ് പവാറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, അയാൾക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് പങ്കൊന്നുമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് എന്താ പറയുക പോലീസുകാർക്ക് സാധിച്ചില്ല. അതായത് ഈ ഒരു കേസിൽ ആൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ട് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാളെ കോടതി വെറുതെ വിടുകയായിരുന്നു. അത് തന്നെയായിരുന്നു മറ്റേ വാടക കൊലയാളിയുടെയും അവസ്ഥ. അയാളെയും കോടതി വെറുതെ വിടുകയായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.